അപ്പോൾ ലയണൽ മെസ്സി അടക്കം 11 പേർ അർജന്റീനൻ ജേഴ്സിയിൽ വരുമ്പോൾ നമുക്ക് ആ കണക്കുകൾ ഒന്ന് പരിശോധിച്ചു വരാം. ലെമീൻ യമാൽ അടക്കം 11 പേർ സ്പാനിഷ് ജേഴ്സിയിൽ ഓരോ പൊസിഷനിലും കളിക്കുന്ന താരങ്ങളെ നമുക്കൊന്ന് താരതമ്യം ചെയ്തു വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉനായ് സിമോൺ, എമിലിയാനോ മാർട്ടിനസിൽ നമ്മൾ തുടങ്ങുന്നു. ഗോൾ ഹെലികോപ്റ്ററിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഹെലികോപ്റ്ററിൽ അവർ എത്തിയിട്ടുണ്ട്. അപ്പോ ഈ രണ്ട് താരങ്ങളെയും നമ്മളൊന്ന് ഇന്നത്തെ ദിവസം എല്ലാ കണ്ണുകളും ഇവരിലായിരിക്കും. അതെ, ഷൂട്ട് ഔട്ട് എങ്ങാനും വന്നാലുണ്ടല്ലോ സ്പെയിൻ എപ്പോ കപ്പടിച്ചെന്ന് വെച്ചാൽ മതി. അല്ല, ഈ ഉനായ് സിമോൺ ഷൂട്ട് ഔട്ട് വന്നാൽ ജയിക്കുമെന്ന് പറയുമ്പോ നമ്മൾ ഈ ചരിത്രം കുറച്ചുകൂടി ഒന്നും. അതെ, കഴിഞ്ഞ കളിയിൽ ആ ചരിത്രം കണ്ടു. മെസ്സി എടുത്ത പെനാൽറ്റി എവിടെ പോയി? മെസ്സി അത് ഫീൽഡ് പ്ലേയിലാണ്. ഷൂട്ട് ഔട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പ്? എങ്ങനെയാണ് അർജന്റീന അടിച്ചത്? കോപ്പ അമേരിക്ക എന്താ സംഭവിച്ചത്? കോപ്പ അമേരിക്കയിൽ ആ തോൽവി അടഞ്ഞ ബ്രസീൽ സമീപകാലത്ത്, അതായത് സ്കലോണിസം തുടങ്ങിയതിനു ശേഷമുള്ള കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട്. ശരിയാ, ഓക്കെ, നമുക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഉനായ് സിമോൺ അതുപോലെ തന്നെ എമിലിയാനോ മാർട്ടിനസിന് കുറച്ചുകൂടി വലിയ വേദികളിൽ അനുഭവ സമ്പത്ത് കൂടുതലുണ്ട് എന്നതാണ് എന്റെ ഒരു കോൾ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഷൂട്ടൗട്ടുകൾ, 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടി, ഒരു ഫൈനലിസിമ കിരീടം നേടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ലോകകപ്പ് നേടിയിട്ടുണ്ട്. ഈ മത്സരങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഫ്രാൻസിനെതിരായിട്ടുള്ള ഫൈനലിൽ കോളോമുവാനിയുടെ അവസാന നിമിഷത്തെ ആ ഒരു ഷോട്ട് ഇടത്തെ കാലുകൊണ്ട് സേവ് ചെയ്ത ഈ എമിലിയാനോ മാർട്ടിനസിനെ നമ്മൾ കണ്ടു. ഈ ലോകകപ്പിൽ ആ ഒരു ഫോമിലേക്ക് എത്തിയോ എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട് എങ്കിൽ പോലും നിർണായക അവസരങ്ങളിൽ അത് ഷൂട്ടൗട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും എമിലിയാനോ മാർട്ടിനസിന് ഉണ്ടാകും. ചരിത്രം പോകട്ടെ, വർത്തമാനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉനായ് സൈമൺ തന്നെയാണ്. 650 മിനിറ്റ് സ്വന്തം ഗോൾ വലയിൽ ഒരൊറ്റ പന്ത് പോലും കേറാതെ സൂക്ഷിച്ച ഒരേ ഒരു ഗോൾ കീപ്പറേ ഉള്ളൂ. ആ ഗോൾ കീപ്പറുടെ പേര് ഉനായ് സൈമൺ എന്നാകുന്നു. ഓക്കെ, അപ്പൊ ഒറ്റ ഗോളേ ഉള്ളൂ. ഒറ്റ കാര്യം, ഈ ടൂർണമെന്റിലെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ഉനായ് സൈമൺ ഈ ടൂർണമെന്റിലെ എഡ്ജുണ്ട്. അത് സമ്മതിക്കുന്നു. ഡേവിഡ് ടൂർണമെന്റിലെ ഫൈനൽ അതായത് പക്ഷേ എമിലിയാനോ മാർട്ടിനസ് ഒരു ബിഗ് ഗെയിം പ്ലെയർ ആണ്. ഒരു വലിയ വലിയ മത്സരങ്ങളിൽ അത് ലോകകപ്പിൽ ഓരോ ഫൈനൽ ഗോളല്ല, അത് ക്ലബ് ഫുട്ബോളിലായാലും ഇന്റർനാഷണൽ മാച്ചസിലായാലും ഫൈനൽസിൽ സെമി ഫൈനൽസിലൊക്കെ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ഡേവിഡ് റായ് അവിടെയുണ്ട്. സ്പാനിഷ് ലീഗിലെ ഏറ്റവും നല്ല ഗോൾ കീപ്പർ അവിടെ ഉണ്ട്. ഇവർ രണ്ടുപേരെയും മാറ്റി നിർത്തി അത്ലറ്റിക് ബിൽബാവോയുടെ ഒരു താരത്തെ പിടിച്ച് 1ാം നമ്പർ കീപ്പർ ആക്കണമെങ്കിൽ അത്രത്തോളം ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടല്ലേ. അങ്ങനെ വന്നാൽ ഗോൾ കീപ്പറുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾ സ്പെയിനിന്റെ ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം ഉനായ് സിമണിനെ സംബന്ധിച്ചിടത്തോളം ഒരു എഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അതായത് 10ൽ 6 ഉനായ് സിമൺ, 5 എമിലിയാനോ മാർട്ടിനസ്. മാർക്കറ്റ് പോവല്ലേ? ശരി, ഞങ്ങൾ സമ്മതിച്ചില്ല എങ്കിൽ പോലും ഒരു മാർക്ക് ഉനായ് സിമോന് കൊടുക്കും. അല്ല, ഇത് നമ്മൾ ഫാനിസം മാറ്റിവെച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ഗോൾഡൻ ഗ്ലൗവിനുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന താരം കൂടിയായ ഉനായ് സിമോൺ. ഉനായ് സിമോൺ അധികം ഷോട്ട് വന്നിട്ടില്ല, കാരണം അവിടെ ആ 2 ഡിഫൻഡർമാർ അവിടെ ഉള്ളത് കൊണ്ട് അധികം വന്നിട്ടില്ല. ശരിക്ക് ഗോൾഡൻ ഗ്ലൗവിൽ ഇപ്പൊ മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്ന ഉനായ് സിമോൻ ആണെങ്കിൽ പോലും ശരിക്ക് രണ്ടാമത് നിൽക്കുന്ന അപ്പോൾ സ്പെയിൻ 1 മാർക്കാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു അല്ലെ. അടുത്തത് ഏത് പൊസിഷൻ എടുക്കുന്നത്? നമുക്ക് റൈറ്റ് വിംഗ് ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ആരാ വരുന്നത്? പെഡ്രോ പോറോ ഒരു വശത്ത് വരുന്നു. നഹൽ മൊളീനയോ അല്ലെങ്കിൽ മോണ്ടിയലോ ആയിരിക്കും ഇന്ന് ഇറങ്ങുക. മിക്കവാറും മോണ്ടിയൽ ആയിരിക്കും. അതുപോലെ ഗോൾ അടിച്ചുകൊണ്ടാണ് പെഡ്രോ പോറോ കയറി പോകുന്നത്. തർക്കത്തിനില്ല. അതിലൊരു സംശയമില്ല. ആ മാർക്ക് ഇപ്പോഴും ഏകപക്ഷീയമാണ് എന്നുള്ളത് അഭിപ്രായം എനിക്കുണ്ട് ഗോൾ കീപ്പറുടെ കാര്യത്തിൽ. അത് തർക്കമുണ്ട് എമിലിയാനോ മാർട്ടിനസ്. ഞങ്ങളുടെ കരുത്തരായ ഡിഫൻഡർ സൗമേഷ് കുറച്ചായിട്ട് മിസ്സിംഗ് ആണ്. നമ്മളെല്ലാം കാണണോ? 7 ഗോളുകൾ എമിലിയാനോ മാർട്ടിനസ് വഴങ്ങുന്നതും 1 ഗോൾ മാത്രം ഉനായ് സിമൺ വഴങ്ങുന്നതും കാണണോ? ഇതൊക്കെ കണ്ടിട്ടാണ് ഫൈനൽ വരെ. അപ്പോൾ ഞങ്ങൾ ഗോൾ കീപ്പർ
റൈറ്റ് വിങ്. രണ്ടിനും അഡ്വാൻറ്റേജ്. ഒന്ന് ഏകപക്ഷീയമാണ് എന്നുള്ളത് അവസാനം വരെ പറയും, ഒരു സംശയവുമില്ല. അത് ഈ കളി തോറ്റാലും പറയാൻ പോകുന്നതാണ്. അത് ഫിഫയാണ് കളിച്ചത്, ഫിഫയാണ്. ആരാ ഫിഫയാണെന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ആരാ? അപ്പൊ 2-0 പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സെൻട്രൽ ഡിഫൻസ്. സെൻട്രൽ ഡിഫൻസ് ആരൊക്കെ? സെൻട്രൽ ഡിഫൻസിൽ പൗ, കുബാർസി, ക്രിസ്ത്യൻ റൊമേറോ. അതും കരുത്തുറ്റ ഒരു പോരാട്ടമാണ്. വലിയ പക്ഷേ ഏകപക്ഷീയമായിട്ട് അവിടെ കുബാർസി കയറി നിൽക്കുന്നു. അത് ഈ വേൾഡ് കപ്പിലെ കണക്ക് മാത്രം എടുത്ത് നോക്കിയാൽ മതി. അതായത് അദ്ദേഹം ചെയ്ത ഡുവൽസ് ആയിക്കോട്ടെ, 19 വയസ്സായിട്ടുള്ളൊരു പയ്യൻ. നമ്മൾ സ്പെയിനാണോ? അപ്പൊ വരാൻ സമയമുണ്ട്. സെന്റർ ബാക്ക്. ഈ 3 പൊസിഷൻ സ്പെയിനാണ് അഡ്വാൻറ്റേജ്. പ്രേക്ഷകരെ, മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വിലയിരുത്തുകയാണ് ഓരോ പൊസിഷനിലും ആർക്കാണ് അഡ്വാൻറ്റേജ് എന്നുള്ളത്. ഗോൾ കീപ്പർ 2-0 ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അവസാനം വാദിക്കാം. ഇപ്പൊ 2-0. ഇത് കേട്ടോണ്ടിരിക്കുന്ന 7 ഗോൾ വഴങ്ങി ഉറിക്കാം. ഏറ്റവും അവസാനം വാറിടും. ഞാനാണ് ഇവിടുത്തെ റെഫറി റോള്. പിന്നെ അടുത്തത് ഇത് തന്നെയാ ലോകകപ്പിലെ റഫറിയുടെ പറയല്ലേ. പ്രതിരോധം. അതെ, ഇനി അടുത്ത സെൻട്രൽ ഡിഫൻസ് ഒന്ന് ലിസാൻഡ്രോ മാർട്ടിനസ് ആണ്, മറ്റേത് ലപ്പോർട്ടാണ്. ഈ 2 താരങ്ങൾ കൂടി വരട്ടെ. നമ്മുടെ ഹെലികോപ്റ്റർ പോയി അടുത്ത ടീം വരട്ടെ. വന്നു കഴിഞ്ഞു. നമ്മുടെ താരങ്ങൾ ഇറങ്ങുന്നു. നമ്മുടെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങൂലേ? ഇറങ്ങുമായിരിക്കും. അപ്പൊ 2 താരങ്ങൾ ഇറങ്ങി. ലിസാൻഡ്രോ മാർട്ടിനസ് ഗോളോ ഏതെങ്കിലും തരത്തിൽ ഉനായ് സൈമണിലേക്ക് പന്ത് എത്തിയിട്ടുണ്ടോ? ഐമറിക് ലപ്പോർട്ടയുടെ പിഴവിൽ നിന്ന് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഗോൾ വന്നത് ഞാൻ പറഞ്ഞുതരാം. പിഴവിൽ നിന്ന് ഗോൾ വന്നത് സെൻട്രൽ ഡിഫൻഡറുടെ ദൗത്യം എന്താ? കൃത്യമായിട്ട് സംരക്ഷിക്കുക, ഗോൾ വരാതെ നോക്കുക, ഗോളിക്ക് മുന്നിൽ ഒരു കവചമായിട്ട് നിൽക്കുക. അതിന് കഴിഞ്ഞിട്ടില്ല. ലിസാൻഡ്രോയുടെ പിഴവിൽ നിന്ന് ഗോൾ മാത്രമല്ല സെൻട്രൽ ഡിഫൻഡർ പണി എന്ന് പറയുന്നത് കൃത്യമായി പന്ത് വിതരണം ചെയ്യുക എന്നൊരു കളി കൂടി. അവിടെ ഇക്കാര്യത്തിൽ ലിസയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കൊടുക്കാൻ തോന്നുന്നു. ഈ ലോകകപ്പിൽ എത്രയോ ഒരു കാര്യം മനസ്സിലാക്കണം, വളരെ ഹൈറ്റ് കുറഞ്ഞൊരു സെൻട്രൽ ഡിഫൻഡർ. അത് ഈ ഒട്ടും ഈ ലോക ഫുട്ബോളിൽ ഒട്ടും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ആ ഹൈറ്റ് കുറവിനെ പോലും കോമ്പീറ്റ് ചെയ്യുന്ന, മറ്റ് എതിരാളികളെ പോലും കോമ്പീറ്റ് ചെയ്യുന്ന, അത്രയും ഗ്രൗണ്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഒരു പ്ലേ മേക്കറെ പോലെ കളിക്കുന്ന ഒരു ഡിഫൻഡർ അല്ല. അതെ, നമുക്ക് ഇനി ലെഫ്റ്റ് വിംഗിലേക്ക് വരുമ്പോൾ അവിടെ ഉള്ളതൊന്ന് മാർക്ക് കുക്കുഴയാണ്, മറ്റേത് നിക്കോളാസ് താലിയാഫിക്കോയാണ്. ഈ 2 മനസ്സിലാക്കിയിട്ട് വിട്ടുതരുന്നത്. അതായത് നമുക്കിവിടെ തർക്കിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പൊ 4-1. ഒരു കാര്യം പറഞ്ഞോട്ടെ, പക്ഷെ കുക്കറയ ഇന്ന് നാണം കെടും. അത് നിങ്ങളുടെ അത് വേറെ വിഷയം. കളിയിൽ കുക്കറുടെ പെർഫോമൻസ് നിങ്ങൾ കണ്ടായിരുന്നോ? കുക്കറെ എന്ന് പറയുന്ന താരത്തെ ലോകം അടയാളപ്പെടുത്തിയ ദിവസമായിരുന്നു കഴിഞ്ഞ മാച്ച്. ആ ഫ്രാൻസിനെതിരെ വിരമിക്കുന്നത് മാത്രമല്ല, വിരമിക്കേണ്ടി വരും. എന്താണ് അദ്ദേഹത്തിന്റെ കോച്ചിന് വേണ്ടിട്ട് ഒരു ഗിഫ്റ്റ് പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി. ഈ സ്പെയിനിന് കുറച്ച് ആധിപത്യമുള്ള മേഖലയിലാണ് നമ്മുടെ താരങ്ങൾ ആദ്യം വരും. നമ്മുടെ താരങ്ങൾ ഞങ്ങളുടെ റൗണ്ട് പറയാൻ പോകുന്നത്. അല്ല, ആകെ തുകയായിട്ട് ഡിഫൻസില് സ്പെയിന് അഡ്വാൻറ്റേജ്. നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡറിലേക്കാണ് പോകുന്നത്. അത് ഒന്ന് റോഡ്രിയാണ്, മറ്റേത് പരഡേസ് ആണ്. അതായത് കലോണിയൊക്കെ പറഞ്ഞത് പൂർണ്ണമായും ഫിറ്റ് ആണെങ്കിൽ പരഡേസിനെ പോലെ ലോക നിലവാരമുള്ള, ലോകത്തെ ഇന്നുള്ളതിൽ ഏറ്റവും മികച്ച ഡിഫൻഡർ ആണെന്ന് പറഞ്ഞത് കലോണിയാണ് എങ്കിൽ പോലും. പക്ഷെ ലോകം കാണുന്നത് എന്താണെന്ന് അറിയാലോ, കളിക്കുന്നു റോഡ്രി. മാത്രമല്ല നിലനിർത്താന്ന് പറയുന്നത് ഒരു താരത്തിന്റെ ക്വാളിറ്റി അല്ലേ? ഫുൾ ഫിറ്റ്നസോടെ നിൽക്കാൻ. അപ്പൊ പിന്നെ
ഞങ്ങൾ എടുക്കുക ബാലൻ ഡി ഓർ നേടുന്ന പറഞ്ഞത് ആദ്യത്തെ defensive അത് കഴിഞ്ഞു. അടുത്തത് അപ്പോൾ 5-1 ഇത് രണ്ട് ടൈപ്പ് ആളുകളാണ്. രണ്ട് വേഴ്സിറ്റൈൽ പ്ലേയേഴ്സ് ആണ്. റോഡ്രി കളി കൺട്രോൾ ചെയ്യുന്നു. പാരഡൈസ് അവിടെ ഒരു ഡിഫൻഡറെ പോലെ കളിക്കുന്നതാണ്. അങ്ങനെ compare ചെയ്യുമ്പോൾ ഈ ലോകകപ്പിൽ അവരുണ്ടാക്കിയ സ്വാധീനവും എടുത്ത് നോക്കുകയാണെങ്കിൽ റോഡ്രിക്ക് എഡ്ജ് കൊടുക്കേണ്ടി വരും. കറക്റ്റ്. അപ്പൊ നമ്മൾ അടുത്ത പൊസിഷനിലേക്ക് പോകുന്നു. അടുത്ത പൊസിഷൻ ഏതാ? ഡാനി ഓൾമോയും മിഡ്ഫീൽഡിലേക്കാണ്. ഡാനി ഓൾമോയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പന്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്, ഒക്കെയാണ്. അത് മാത്രമാണ് അയാളുടെ ജോലി. ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രൈം ഫോമിലല്ല എങ്കിൽ പോലും നിർണായക സമയത്ത് കൃത്യമായ പാസുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്, ക്രോസുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഡിഫൻസിലും സ്വാധീനം ചെലുത്തുന്നു. ഈ ലോകകപ്പിലെ കഥ ഈ ലോകകപ്പിലെ കഥ മാത്രമല്ല അത് കഴിഞ്ഞല്ലോ. നാല് ഡിഫൻഡേഴ്സ്, ഒരു ഗോൾ കീപ്പർ, 2 മിഡ്ഫീൽഡേഴ്സ്. ഫാബിയൻ റോയിസും ടെന്നീസ് സ്കോറായി. ഒരു സെറ്റ് പൂർത്തിയായി. 6-1 ഇല്ല കേട്ടോ. 5 ഞങ്ങൾ ഇപ്പോഴും ഇനി ഫാബിയൻ അലക്സിസ് മക്കലിസ്റ്റർ. ഓക്കെ, അവർക്ക് ചെറിയൊരു അടിച്ചു കൊടുക്കാം. ഈ രണ്ട് പേർക്ക് ഒരു കൗതുകമുണ്ട്. എന്താണെന്നറിയാമോ? ഫാബിയൻ റൂയിസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 49 അന്താരാഷ്ട്ര മത്സരം കളിച്ചിട്ടുണ്ട്. നിശ്ചിത സമയത്ത് ആ ഒരു മത്സരവും സ്പെയിൻ തോറ്റിട്ടില്ല എന്നുള്ളതാണ്. ഇനി മക്കലിസ്റ്ററിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം 12 ഗെയിമുകൾ ലോകകപ്പിൽ കളിച്ചിട്ടുണ്ട്. ആ 12 ഗെയിമും അർജന്റീനയും തോറ്റിട്ടില്ല. ഇതാണ് ഇന്നത്തെ. അതായത് സൗദിക്കെതിരായ തോൽവിക്ക് ശേഷമാണല്ലോ പിന്നീട് മക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ഒക്കെ ഇതിൽ ഒരാളുടെ ചരിത്രം അല്ല, അതെ, ഈ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം അങ്ങനെയാണല്ലോ. ഓരോരുത്തരായിട്ട് ഒഴിഞ്ഞൊഴിഞ്ഞു പോവുകയാണ്. അടുത്തത് ഒയർസബാലും ഹൂലിയൻ അൽവാരസും. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഈ ലോകകപ്പിൽ ഇതിനോടകം അതായത് മൊത്തം വിട്, ക്ലബ് ഒക്കെ വിട്. ഈ വേൾഡ് കപ്പിലെ ഗോളിന്റെ അസിസ്റ്റന്റ് എണ്ണം, ഇമ്പാക്ടിന്റെ എണ്ണം, ഗോൾ മതിയല്ലോ. എത്ര അസിസ്റ്റ്? 4 ഗോൾ നേടി. അല്ല, 5 ഗോളല്ലേ? ഇല്ല, അല്ല, പക്ഷെ 30 അതല്ല. നമ്മളുടെ മുന്നിലുള്ള ടീം 2 താരങ്ങൾ വേറെയായിരുന്നു. ഒന്ന് എൻസോ ഫെർണാണ്ടസും അതുപോലെ തന്നെ ഇതൊക്കെ തീർത്തേക്കാം. മൈക്കിൾ ഒയർസബാൽ 5 ഗോളുകളും 1 അസിസ്റ്റുമായി മുന്നിൽ നിൽക്കുന്നു. മറ്റേ കണക്ക് പറ. അൽവരസിനെ പോലെയുള്ള സ്ട്രൈക്കർ എന്തായാലും ഈ കളിയുടെ പറയുന്നതാണ് കേട്ടോ. ഗോൾ മാത്രം വെച്ചോണ്ടല്ല, മികവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ ഫസ്റ്റ് 11-ൽ പോലും സ്റ്റാർട്ടിംഗ് കിട്ടാത്ത ഒരു പ്ലെയറെ കുറിച്ചാണ്. ലൗട്ടാര മാർട്ടിനസിനെ കുറിച്ച് ആണ് ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഹുലിയൻ അൽവാരസിലേക്ക് ആ പ്ലെയറെയാണ് പിന്നീട് നിങ്ങൾ കൊണ്ടുവരുന്നത്. ഇവിടെ ഇത് എല്ലാ മത്സരത്തിലും സ്റ്റാർട്ട് ചെയ്യുന്ന സ്പെയിനിന്റെ ഏക സ്ട്രൈക്കറെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ്, ഇവിടെ കണക്കുകളാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് ലൗട്ടാരോ മാർട്ടിനസ് മാറി അൽവാരസിനെ എന്തുകൊണ്ട് സ്ഥിര സാന്നിധ്യമാക്കി എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ മികവ് കണ്ടുകൊണ്ട് തന്നെയാണ് അൽവാരസിനെ പകരക്കാരനായി ഇറങ്ങി ആ കളിച്ച പ്രകടനവും അദ്ദേഹം കൊടുക്കുന്ന പ്രസ്സിങ്ങും അതുപോലെ ഇറങ്ങി വന്ന് പക്ഷേ സ്പെയിനെ നേരിടാൻ അത് പോരാ. രണ്ടുപേരും കളിക്കുന്ന ഫൈനലാണ്. അതാണ് 5 ഗോളും 1 അസിസ്റ്റും കിട്ടിയ ഒരാൾ ഇത് ആരാധകരും പ്രേക്ഷകരും ഒക്കെ കേൾക്കുന്നുണ്ട്. ഒയർസബാലിന്റെ, അതായത് അൽവാരസിന്റെ മുകളിൽ ഒയർസബാലിന് നമ്മൾ പ്രേക്ഷകരോട് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഈ ലോകകപ്പിലെ കണക്ക് മാത്രമാണ്, ഈ ലോകകപ്പിലെ റേറ്റ് മാത്രമാണ് പറയുന്നത്. ക്ലബ് ഫുട്ബോളോ ഇതിന് മുമ്പത്തെ വേൾഡ് കപ്പ് കാര്യം പറയട്ടെ. പറയുകയാണെങ്കിൽ ഈ ലോകകപ്പിൽ കൂടുതൽ സേവുകൾ എമിലിയാനോ മാർട്ടിനസ് ആണ്. നിങ്ങൾ ഈ ലോകകപ്പിൽ സിമോനെ കൊണ്ടുപോയി 14 സേവാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എമിലിയാനോ മാർട്ടിനസ് കൂടി എടുക്കാം. 14 സേവ്സ് ഉണ്ട്. അപ്പോൾ അലക്സ് നമുക്ക് അടുത്തതിലേക്ക് പോകും. അടുത്ത പൊസിഷൻ നിങ്ങൾ 5 പേരെന്ന് ഏകപക്ഷീയമായി സമ്മതിച്ച് തരത്തേയില്ല. അവിടെ ഇതാണ് അവിടെ ഗ്രൗണ്ടിൽ സംഭവിക്കുന്നത്. നമ്മൾ കൃത്യമായി ഫാക്ടും ഫിഗറും മാത്രമേ പറയുന്നുള്ളൂ. രഞ്ജു ഇപ്പൊ എത്ര 6-1 7-1 7-1
വാറ്. ഇവിടെ അപ്പൊ 6-1-1 ഇവിടെ ഒരു മിനിറ്റ് മക്കലിസ്റ്റർ വന്നിട്ടുണ്ട്, ലിസാൻഡ്രോ മാർട്ടിനസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തർക്ക വിഷയങ്ങൾ പിന്നെ ചർച്ച ചെയ്യാം. അടുത്ത് ഇനിയുണ്ട് അല്ല നമ്മള് ഫൈനലിലേക്ക് എൻസോയും ഇനിയിപ്പോ നമുക്ക് എൻസോയും അലക്സ് ബയനും. അലക്സ് ഫെർണാണ്ടസ് ആണല്ലോ. എൻസോയും 6-3 നാലായി നമുക്ക് 4ആയി. ഇവിടെ 4ആയി. എവിടുന്ന് ലിസാൻഡ്രോ മാർട്ടിനസ് 1, അലക്സിസ് മക്കലിസ്റ്റർ 2, എൻസോ ഫെർണാണ്ടസ് 3, ഹൂലിയൻ അൽവാരസ് 4. അൽവാരസിനെ വിട്ടിരുന്ന പരിപാടി. അല്ല അങ്ങനെ ഗോൾ ചെയ്തില്ല. അങ്ങനെയാണ് ഗോൾ ചെയ്തില്ല. രണ്ട് ഗോൾ അടിച്ച സ്ട്രൈക്കറാണോ ഒരു ഗോൾ അടിച്ച സ്ട്രൈക്കറാണോ ലമീൻ യമാൽ, ലിയോണൽ മെസ്സി. ഇതിൽ പറയണ്ട എന്തെങ്കിലും പറയണ്ടോ? മെസ്സി അത് ഈ ലോകകപ്പ് ആയാലും എല്ലാ ലോകകപ്പ് അല്ല ഈ പറഞ്ഞ 6 നിങ്ങൾ വാഷ് ഔട്ട് ചെയ്തേ. 6 വാഷ് ഔട്ട് ചെയ്തേക്കട്ടെ ഈ മനുഷ്യന്റെ പേരിൽ, മെസ്സിയുടെ പേരിൽ. അതല്ല, അതിനൊന്നും പോരെ ഞങ്ങൾക്ക്. ഓരോ വർഷം വെച്ചല്ല കളിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ മെസ്സിയിൽ 6 ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോന്നു. നമ്മളിത് മെസ്സിയെ നമ്മൾ സമ്മതിക്കുന്നു. ലമീൻ യമാൽ, ലിയോണൽ മെസ്സി ഓൺ സ്റ്റേജ്. ഓക്കെ അല്ല ആകത്തുക നോക്കുമ്പോ ഡിഫൻസില് സ്പെയിനിന് മേധാവിത്വം മിഡ്ഫീൽഡിലും സ്പെയിനിന് മുൻതൂക്കമുണ്ട്. അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോ അർജന്റീനയ്ക്ക് മിഡ്ഫീൽഡിൽ നമ്മൾ പിന്നെ കട്ടക്കട്ടയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ അവിടെയുണ്ട്. മനസ്സിലായി. രണ്ടു ടീമുകളുടെയും ശക്തി ദൗർബല്യങ്ങൾ എന്താണ് എന്നുള്ളത് ഏറെക്കുറെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എവിടെയാണ് സ്പെയിനിന്റെ മേധാവിത്വം? അത് പ്രതിരോധ കോട്ടയിലാണ്. എവിടെയാണ് അർജന്റീനയ്ക്ക് മേധാവിത്വം? അത് സ്ട്രൈക്കിംഗ് എഞ്ചിലാണ്. നമ്മൾ കഴിഞ്ഞ ഏകദേശം തമ്മിൽ മത്സരിച്ചപ്പോഴുള്ള മത്സരങ്ങൾ അത് 6-6 2 തവണ സമനിലയാണ്. അതായത് തുല്യ ശക്തികൾ നേർക്കുനേരെ ഏറ്റുമുട്ടാൻ പോകുന്ന ഫൈനലിലാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. തുല്യശക്തികളാണെങ്കിൽ സ്പെയിനിന് അല്പം അഡ്വാൻറ്റേജ് ഉണ്ട്. അത് അരുൺകുമാറിന്റെ അഡ്വാൻറ്റേജ്. അവസാനം കളിച്ച മത്സരത്തില് 6-1 അർജന്റീന പരാജയപ്പെട്ടതാണ്. കുറച്ച് വൈകിയതുകൊണ്ടാണ്. പറഞ്ഞു വെച്ചതാ. എന്നാലും 6 തവണയൊക്കെ അന്ന് മെസ്സി ഇല്ല സർ. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല സാർ. അന്ന് ഗോൾ കീപ്പർ ആരായിരുന്നു? എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരുന്നു സാർ. അന്ന് ഈ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും ഗോൾ അടിച്ചിട്ടുണ്ടാവുന്നത്? ഒരു ഗോൾ അങ്ങോട്ട് പോകുന്നു, ഒരു ഗോൾ ഇങ്ങോട്ട് അല്ല അന്ന് നിങ്ങൾ ലമീൻ യമാൽ ജനിച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നല്ലൊരു ഫുട്ബോൾ മത്സരമാണ് വരാൻ പോകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.